പടവലങ്ങ തോരൻ ഏറ്റവും എളുപ്പം നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. ഇതിനായി നമുക്ക് ആവശ്യത്തിന് പടവലങ്ങ 1/2 കിലോ, ചെറിയുള്ളി 5 എണ്ണം, പച്ചമുളക് 4 എണ്ണം, ചെറിയ ജീരകം 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, തേങ്ങ 1/2 കപ്പ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി പീര നന്നായിട്ട് അടിച്ചെടുക്കുന്ന ഒരു ചെറിയ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളി, പച്ചമുളക്, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചതറിച്ചെടുക്കണം. മിക്സിയിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ട് അടിക്കണ്ട, ഈ രീതിക്ക് ചെറുതായിട്ടൊന്ന് ചതറിച്ചെടുത്താൽ മാത്രം മതി. ഇനി കറി താളിച്ചെടുക്കാനായിട്ട് കുറച്ച് കടുക്, 2 ചുവന്നമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ വെളിച്ചെണ്ണ. ഇനി നമുക്ക് പാത്രം നന്നായിട്ട് ചൂടായിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. ആ കടുകെല്ലാം നല്ല രീതിയിൽ പൊട്ടിക്കഴിയുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചുവന്നമുളകും കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ സിമ്മിലാക്കി വെക്കണം. ഇനി നമ്മൾ നേരത്തെ അരക്കി വെച്ചിരിക്കുന്ന ചീര മിക്സ് ചെയ്യുന്ന ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് എല്ലാം ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറണ വരെ എല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് അല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. കാരണം ഇത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് അത് വീണ്ടും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇതിന് നന്നായിട്ട് വെന്ത് കിട്ടണം. അതിനായിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കണം. ഏകദേശം നമ്മുടെ പടവലങ്ങ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു ലൈറ്റ് കളറായി. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും വെന്തിട്ടുണ്ടാവും. കണ്ടോ, വളരെ ഈസിയാണിത്. നമുക്ക് വീട്ടിൽ എല്ലാവർക്കും ട്രൈ ചെയ്യാം. ബിഗിനേഴ്സിനൊക്കെ നല്ല ഈസി ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.